ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് കസ്റ്റമർ എക്സ്പെക്റ്റേഷൻ. അതായത് കസ്റ്റമർ എക്സ്പെക്റ്റേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? കസ്റ്റമർ എക്സ്പെക്റ്റേഷൻ പ്ലേസ് എ ക്രിട്ടിക്കൽ റോൾ ഇൻ ദ കസ്റ്റമർ ഇവാലുവേഷൻ സർവീസ് മാർക്കറ്റേഴ്സ് നീഡ് വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ ഫാക്ടർ ഷേപ്പ് ദം. അതായത് കസ്റ്റമേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താണെന്നുള്ളത് മാർക്കറ്റേഴ്സ് അറിഞ്ഞിരിക്കണം. സോഴ്സ് ഓഫ് ഡിസൈർഡ് സർവീസ് എക്സ്പെക്റ്റേഷൻ. ഫസ്റ്റ് പേഴ്സണൽ നീഡ്സ്, ഡിറൈവ്ഡ് സർവീസ് എക്സ്പെക്റ്റേഷൻ, ഫിലോസഫീസ് അബൌട്ട് സർവീസ്. പേഴ്സണൽ നീഡ്സ്, those state conditions essential physical or psychological well-being of the customer, the pivotal factor shape the desire of the service. അതായത് ഇത് പേഴ്സണലായിട്ട് നമുക്ക് വ്യക്തിപരമായിട്ട് ഉണ്ടാകുന്ന എക്സ്പെക്റ്റേഷൻസ് ആണ്. നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള നീഡ്സിന് വേണ്ടിയിട്ട്. പേഴ്സണൽ നീഡ്സ് കാൺ ഫാൾ ഇൻ ടു കാറ്റഗറി ഫിസിക്കലായിരിക്കാം, സോഷ്യലായിരിക്കാം, സൈക്കോളജിക്കലായിരിക്കാം, ഫങ്ഷനായിരിക്കാം. നമുക്ക് സ്വന്തമായിട്ട് അഫാൻ who regularly goes to baseball right from work thirsty അങ്ങനെ. അതായത് ഒരാൾ സ്ഥിരമായിട്ടൊരു വർക്കിനോ ജോലി കഴിഞ്ഞാൽ ഒരു ഗെയിം കളിക്കാനൊക്കെ പോയിട്ട് വരുമ്പോൾ അവർക്കൊരു എന്താ പറയുക, ഒരു തട്ടുകടക്കാരനെ ഡ്രിങ്ക് വെൻഡേഴ്സിനെ അവർക്ക് ഇഷ്ടമാണ്. അവരിൽ നിന്ന് ഡ്രിങ്ക്സ് കഴിക്കാനും അവർക്ക് താല്പര്യമുണ്ട്. അപ്പോൾ അവർ അവിടെ നിന്ന് കഴിക്കാൻ തയ്യാറാണ്. അതേസമയം അങ്ങനെയല്ലാതെ സാധാരണ ജോലിക്ക് പോയി വീട്ടിലെത്തുന്ന ഒരാളെ സംബന്ധിച്ച് അങ്ങനെയുള്ള വെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇവരുടെ ലെവൽ ഓഫ് സോൺ ഓഫ് ടോളറൻസ്, അപ്പോൾ അയാൾക്ക് അത് ഓക്കെയാണ്. അതായത് ആ വെൻഡേഴ്സിൽ നിന്നും ഫുഡ്, കാരണം അയാൾ വളരെ ടയേർഡാണ്, അപ്പോൾ അവർക്ക് അവിടെ നിന്ന് കഴിച്ചാലും സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ അതേസമയം മറ്റൊരാൾക്ക് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഇല്ല, അതുകൊണ്ട് അയാളുടെ വീട്ടിലെത്തിയിട്ട് ഭക്ഷണം കഴിച്ചാലും മതി. അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യാണ്. ആ വെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഫുഡ് കഴിക്കുന്നവർ ആക്സെപ്റ്റ് ചെയ്യുന്നു, അത് സാറ്റിസ്ഫൈഡ് ആണ്. മറ്റാൾ അതെന്ത് ചെയ്യില്ല, ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അത് ഇവിടെ പേഴ്സണൽ നീഡ്സിൽ പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള ഉണ്ടാവുന്ന നീഡ്സുകൾ നമുക്ക് ഓരോരുത്തരുടെയും സോൺ ഓഫ് ടോളറൻസ് വ്യത്യാസം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയുള്ള പ്ലേ ഗ്രൗണ്ടിൻ്റെ അടുത്തൊക്കെ ഒരു തട്ടുകട ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും അതിന് സെയിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം കുറേ ആൾക്കാർ ആ സമയത്ത് തന്നെ അവിടുന്ന് ഫുഡ് കഴിക്കാനുള്ള അത് പേഴ്സണലായിട്ടുള്ള നീഡ്സ് ആയിരിക്കണം. വ്യക്തിപരമായിട്ടുള്ള ഹംഗ്രി, തേഴ്സ്റ്റി അങ്ങനെയുള്ള നീഡ്സ് ആയിരിക്കണം. ഫിസിക്കൽ, സോഷ്യൽ, സൈക്കോളജിക്കലായിട്ടുള്ള നീഡ്സ് ഒക്കെ ഇതിൽ പെടും. അടുത്തതാണ് ഡിറൈവ്ഡ് സർവീസ് എക്സ്പെക്റ്റേഷൻ. സം കസ്റ്റമേഴ്സ് ആർ ഡിമാൻഡിങ് അതേഴ്സ് ദാറ്റ് ഹാവ് ഗ്രേറ്റർ സെൻസിറ്റിവിറ്റി ആൻഡ് ഹയർ എക്സ്പെക്ട്. ഇവിടെ പറയുന്നത് നമ്മുടെ സ്വന്തമായിട്ടുള്ള ആവശ്യത്തിനല്ല, നമ്മുടെ ഇപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആൾ എന്ന് പറഞ്ഞാൽ ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ കമ്പനിയിലെ ആൾക്കാർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മുടെയും ആവശ്യമായിട്ടാണ് കൺസിഡർ ചെയ്യുക. അതേപോലെ തന്നെ ഫാമിലിയിൽ ഒരു പേരൻ്റ് എന്ത് ചെയ്യും, വെക്കേഷന് പോകണം, ടൂറ്, ക്ലീനിങ് കാര്യങ്ങൾ, അതായത് അത് അവരുടെ പേഴ്സണലായിട്ടുള്ള ആവശ്യമല്ല, പക്ഷേ ആ ഫാമിലിയുടെ ആവശ്യമാണ്. ആ ഫാമിലിയുടെ ആവശ്യം ചിലപ്പോൾ അതിലേതെങ്കിലും ഒരാൾക്കായിരിക്കും കൂടുതലായിട്ട്. അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന ഒരു ബിഹേവിയറും കാര്യങ്ങളും ഉണ്ട്, എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ആ പ്രതീക്ഷിക്കുന്ന ആളെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പേരൻ്റ് ആണെങ്കിൽ പേരൻറ്റിനാണ് വെക്കേഷൻ ട്രിപ്പിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയേണ്ടത്. കുട്ടികളാണ് സജസ്റ്റ് ചെയ്യണത് എങ്കിലും പേരൻസ് അതിനെക്കുറിച്ചിട്ട് പേരൻസിനെയാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പോൾ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. പേരൻസ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ടൂർ പോകുമ്പോൾ പേരൻസ് എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, അതാണ് അവരുടെ എക്സ്പെക്റ്റേഷൻ ഡിറൈവ്ഡ് ആയിട്ടുള്ളത്. അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് അവർ ടൂർ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ അവിടെ കുട്ടികളല്ല തീരുമാനിക്കുക, അവിടെ പേരൻസ് തന്നെയാണ് തീരുമാനിക്കുക. അതായത് ഇവരിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ഒരു ഒരു എക്സ്പെക്റ്റേഷനാണ് ഇയാൾക്കുള്ളത്. അതേപോലെ തന്നെ ഓഫീസിലെ ഒരു മാനേജറാണെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റംസൊക്കെ കേട് വന്നു കഴിഞ്ഞാൽ ഇയാൾക്ക് പേഴ്സണലായിട്ട് ഇയാളുടെ കമ്പ്യൂട്ടറിന് ഒരു പ്രോബ്ലം ഇല്ല, പക്ഷേ മറ്റൊരാളുടെ കമ്പ്യൂട്ടറിനാണ് കേടുള്ളത്. അയാളുടെ കീഴിലുള്ള സ്റ്റാഫാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ എക്സ്പെക്റ്റേഷൻ ഇയാളുടെ ആയിട്ട് മാറും. അപ്പോൾ അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അത് ഇയാളുടെയും കൂടി എഫക്റ്റ് ചെയ്യും എക്സ്പെക്റ്റേഷൻസ്. ഇനി ഫിലോസഫി അബൌട്ട് സർവീസ്. ഇവിടെ എന്ന് പറയുന്നത് ചിലതിന് നമുക്കറിയാം അതിന് ഇത്ര സമയം എടുക്കും എന്നുള്ളത് നമുക്കറിയാം. വെയിറ്റേഴ്സ്, ഇപ്പോൾ ചില വെയിറ്റേഴ്സ് ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾക്കറിയാം അത് റിപ്പയർ ചെയ്യാനോ കാര്യങ്ങൾ ചെയ്യാനോ ഇത്ര സമയം. അപ്പോൾ ആ സമയം കഴിഞ്ഞിട്ട് കിട്ടിയില്ലെങ്കിലാണ് അവരുടെ എക്സ്പെക്റ്റേഷൻസിൽ വ്യത്യാസം വരിക. അതേസമയം ഒന്നും അറിയാത്ത ഒരാളാണെങ്കിൽ, ഹോട്ടലിൽ പോയിട്ട് സ്ഥിരമായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അയാളത് എന്ത് ചെയ്യും, എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്യാൻ അയാൾ വില്ലിങ് ആവും. കാരണം നല്ല ഭക്ഷണം ചൂടുള്ള ഭക്ഷണം കിട്ടാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം എന്നുള്ളത് അയാൾക്കറിയാം. അപ്പോൾ അയാൾ അവിടെ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഒട്ടും ഹോട്ടലിലേക്ക് പോവാത്ത ഒരാളാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, അയാൾക്ക് ആ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചുള്ള സർവീസ് അല്ല അവിടെ കിട്ടിയെന്ന് പറയും. അപ്പോൾ ഈ ലെവൽ ഓഫ് എക്സ്പെക്റ്റേഷൻസ് വ്യത്യാസമുണ്ട്. പേഴ്സണലായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്, ഡിറൈവ്ഡ് ഉണ്ട്, ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും അവർ.
അവർക്ക് പിന്നീട് എന്തുണ്ടാവുകയാണ്, അവർക്ക് ആ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, അതായത് ഒരിക്കൽ അത് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് അറിയാം. അപ്പോൾ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇത്ര സമയം കഴിഞ്ഞിട്ട് തന്നെയാണ് ഫുഡ് അവൈലബിൾ ആവുള്ളൂ എന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ അതുവരെ അവർ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. അവരുടെ എക്സ്പെക്റ്റേഷൻ അതാണ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് 3 ടൈപ്പ്. ഓക്കെ.